കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കുകയാണോ? ആത്മഹത്യയിലേക്ക് തള്ളിവിടും വിധം കടുത്ത സമ്മർദ്ദം BLOമാർക്ക് നേരിടുന്നുണ്ടോ? സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരെയാണ് BLOമാരായി നിയമിക്കുന്നത്. ഒരു വാർഡിലെ ശരാശരി 1500 വോട്ടർമാർക്ക് ഫോം നൽകി പൂരിപ്പിച്ച് തിരികെ വാങ്ങേണ്ടി വരും. രാവിലെ 9-നും വൈകിട്ട് 6-നും ഇടയിൽ കേരളത്തിലെ നല്ലൊരു ശതമാനം വീടുകളിലും ആളുണ്ടാവില്ല. പ്രായമേറിയ ആളുകളാവും വീട്ടിലുണ്ടെങ്കിലും പലപ്പോഴും അവരുടെ പക്കൽ ഈ വോട്ടർ ID കാർഡുകളോ ആധാർ കാർഡോ ഒന്നും ഉണ്ടാവുകയുമില്ല. സ്വാഭാവികമായും പലപ്പോഴും സ്വന്തം വീട്ടിലെ ജോലിയൊക്കെ മാറ്റിവെച്ച് രാവിലെയും വൈകുന്നേരവും സന്ധ്യയ്ക്കും രാത്രിയുമൊക്കെ ഇങ്ങനെ വീടുകൾ പോയി ആ വീടുകളിലെ ആളുകളെ ഫോം കണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി അത് പൂരിപ്പിച്ച് അതിൻ്റെ ഒരു കോപ്പി മടക്കിയൊക്കെ വാങ്ങേണ്ടി വരും. സ്ത്രീകളായ BLOമാരാണ് ഇതിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത്. പലരും വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഒക്കെ കൂട്ടിയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അങ്ങനെ വീട്ടിൽ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആളും സമയവും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് അതിലേറെ പ്രയാസത്തിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്യും. പരിചയമില്ലാത്ത വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് സ്ത്രീകൾ കയറി ചെല്ലുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഇതിനൊക്കെ അപ്പുറം മറ്റു ചിലതുണ്ട്. ഒരാളെ പോലും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് ഉറപ്പാക്കി വേണം ഇത് പൂർത്തിയാക്കാനെന്നാണ് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഓരോ വീട്ടിലെയും ഓരോ വോട്ടർമാരുടെയും വിവരങ്ങളിലെ വ്യത്യാസവും തിരുത്തലുമടക്കം നല്ല പണി തന്നെയാണ്. അതും ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ് BLOമാർക്കുള്ളത്. ഫോം നൽകാനും തിരിച്ചു വാങ്ങാനും ഒക്കെ ടാർഗറ്റ് നിശ്ചയിച്ച് ഉദ്യോഗസ്ഥരെ അതിസമ്മർദ്ദത്തിൽ ആക്കുകയാണ്. അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം ഇതാണെന്ന് വീട്ടുകാർ പറയുന്നു. അങ്ങനെ അല്ല എന്ന് കളക്ടർ പറയുന്നു. അത് ആണെങ്കിലും അല്ലെങ്കിലും നിലവിൽ BLOമാർ നേരിടേണ്ടി വരുന്നത് കടുത്ത സമ്മർദ്ദമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ടാർഗറ്റ് നൽകി ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി അവരെ സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി നടപ്പാക്കേണ്ട ഒന്നാണോ SIR? ഇതിന് മാനുഷികമായ ചില മാറ്റങ്ങൾ ആവശ്യമല്ലേ? ഈ വിവരമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം.